ഫുട്ബോൾ ലോകത്തിന് ഒരു ശീലമുണ്ട്. ആദ്യം ഒരു മനുഷ്യനെ ഹീറോ ആക്കും, പിന്നെ അതേ മനുഷ്യനെ വില്ലനാക്കും. എന്നാൽ ഇന്ന് ആ പേര് കിലിയൻ എംബാപ്പെ എന്നാണ്. എംബാപ്പയുടെ വില്ലൻ സ്റ്റോറി കേൾക്കുന്നതിന് മുമ്പായി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറന്നുപോലെ. ഇന്ന് ചിലർ എംബാപ്പയെ ഡിക്റ്റേറ്റർ എന്ന് വിളിക്കുന്നു. പക്ഷെ ഒരു കാലത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോസ്റ്റർ കണ്ട് ഉറങ്ങിയിരുന്നൊരു കുട്ടിയായിരുന്നു എംബാപ്പെ. ഒരു സ്വപ്നം മാത്രം, ഒരു ദിവസം റൊണാൾഡോയെ പോലെ ആകണം. സ്വപ്നം കണ്ടു, കഠിനാധ്വാനം ചെയ്തു, വീണു, വീണ്ടും എഴുന്നേറ്റു. 19-ാം വയസ്സിൽ വേൾഡ് ചാമ്പ്യനായി മാറി. ലോകം പറഞ്ഞു ദ നെക്സ്റ്റ് കിങ്. പക്ഷേ ഫുട്ബോളിന്റെ സിംഹാസനത്തിൽ കയറിയ നിമിഷം കയ്യടികൾ മാറി. ഇന്നലെ ക്രിസ്ത്യാനോ സെൽഫിഷ്, അരഗൻ, പ്രോബ്ലം. ഇന്ന് ലെജൻഡ്. ഇന്ന് എംബാപ്പെ ഡിക്റ്റേറ്റർ, സെൽഫിഷ്. ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണോ? ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ജീവിതത്തിലെ പച്ചയായ സത്യം: വിന്നിങ് നിങ്ങളെ ഫേമസ് ആക്കും, വിന്നിങ് അഗെയിൻ നിങ്ങളെ ഡേഞ്ചറസ് ആക്കും, വിന്നിങ് ഫോർ ഇയേഴ്സ് നിങ്ങളെ വില്ലനാക്കും. നമ്മൾ ഒന്നു മാത്രം ഓർക്കുക, കോമന്റ് സെക്ഷൻ ചരിത്രം എഴുതില്ല, കാലമാണ് ആരാണ് വില്ലൻ, ആരാണ് ഹീറോ, ആരാണ് ലെജൻഡ് എന്ന് തീരുമാനിക്കുന്നത്. കിലിയൻ എംബാപ്പെ, മേ ബി we are watching history before we understand it. എംബാപ്പയുടെ ഈ ഒരു ഡിക്റ്റേറ്റർ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡോക്ടർ സെയിൽസിനെ ഫോളോ ചെയ്യാൻ മറന്നുപോലെ.